വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. ആദ്യ മണിക്കൂറുകളിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ പോളിംഗ് പുരോഗമിക്കുന്നു. രാവിലെ 10ഓടെ 20% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തി. ആയവനിയിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും മണ്ഡലത്തിൽ ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് പുരോഗമിക്കുന്നു. രാവിലെ 7ഓടെയാണ് പോളിംഗ് ആരംഭിച്ചത്. മണ്ഡലത്തിൽ രാവിലെ 10ഓടെ 20% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് തീർത്തും ശാന്തം. ആയവനിയിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും മണ്ഡലത്തിൽ ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മിക്ക ബൂത്തുകളിലും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയവരുടെ നീണ്ട നിര തന്നെ കാണാൻ സാധിച്ചു. വിവിധ ബൂത്തുകളിൽ രാവിലെ തന്നെ എത്തി പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. തൃക്കളത്തോർ ഗവൺമെന്റ് LPG സ്കൂളിലെത്തി LDF സ്ഥാനാർത്ഥി N അരുണും മുൻ MLA-മാരായ ബാബു പോൾ, എൽദോ ഇബ്രഹാം എന്നിവരും, മൂവാറ്റുപുഴ ടൗൺ UP സ്കൂളിൽ ഫ്രാൻസിസ് ജോർജ് MPയും UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ ആയങ്കര 106-ാം നമ്പർ ബൂത്തിലും ഡീൻ കുര്യാക്കോസ് MP കുളപ്പുറം സെന്റ് ജോർജ് LP സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. മണ്ഡലത്തിൽ പോളിംഗ് നടക്കുന്ന 203 ബൂത്തിലും ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളോടും കൂടി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ സമ്മതിദായകരെയും ബൂത്തിലെത്തിച്ച വോട്ട് രേഖപ്പെടുത്താൻ മുന്നണികൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ സമാധാനപരമായ വോട്ടിംഗ് അന്തരീക്ഷം ഒരുക്കുന്നതിനായി വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഓരോ ബൂത്തിലും ഒരുക്കിയിരിക്കുന്നത്. വൈകിട്ട് 6ഓടെ പോളിംഗ് അവസാനിക്കും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ.